ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനത്ത് മാറ്റമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. നിലവിലെ 2020 നായകനായ സൂര്യകുമാർ യാദവിന്റെ മോശം പ്രകടനം വിലയിരുത്തി ഇന്ത്യ പുതിയ നായകനെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണുള്ളത്. ശ്രേയസ് അയ്യരുടെ പേരാണ് പട്ടികയിൽ മുൻപന്തിയിൽ ഉയർന്നു കേൾക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ 2020 ടീമിന് പുറത്താണ് ശ്രേയസ് ഉള്ളത്. എന്നാൽ 2020-ലെ അദ്ദേഹത്തിന്റെ നായക മികവ് പരിഗണിച്ച് ക്യാപ്റ്റനാക്കാനുള്ള നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ മറ്റൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. സഞ്ജു സാംസണിന്റെ പേരും നായക സ്ഥാനത്തേക്ക് ശക്തമായി ഉയർന്നു കേൾക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് മുൻ നായകനായ സഞ്ജു സാംസൺ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമാണ്. സഞ്ജുവിനെ നായകനാക്കാനുള്ള സമ്മർദ്ദം ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെന്നാണ് ദൈനിക് ജാഗരന്റെ റിപ്പോർട്ട് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ ഇവരിൽ ആരെയും നായകനാക്കണമെന്ന കാര്യത്തിലാവും ഇനി ചർച്ചകൾ നടക്കുക. ഇവരിൽ ആരാണ് ക്യാപ്റ്റൻ എന്ന് പറയുക പ്രയാസമാണെങ്കിലും കണക്കുകൾ വിലയിരുത്തി മുൻതൂക്കം വിലയിരുത്താം. സഞ്ജു സാംസണിന്റെയും ശ്രേയസ് അയ്യരുടെയും 2020-ലെ ബാറ്റിംഗ് കണക്കുകൾ മോശമല്ല. ശ്രേയസ് 51 2020-ൽ നിന്ന് 47 ഇന്നിംഗ്സ് ബാറ്റ് ചെയ്ത് 1104 റൺസാണ് ഇന്ത്യക്കായി 2020-ൽ നേടിയത്. 30.67 ശരാശരിയിലും 136.13 സ്ട്രൈക്ക് റേറ്റുമുള്ള ശ്രേയസ് 8 അർദ്ധ സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത്. സെഞ്ചുറി നേടാൻ ശ്രേയസിന് സാധിച്ചിട്ടുമില്ല. IPL-ലെ ശ്രേയസിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ 141 ഇന്നിംഗ്സുകളിൽ നിന്ന് 4064 റൺസാണ് നേടിയിട്ടുള്ളത്. 35.03 ശരാശരിയും 135.43 സ്ട്രൈക്ക് റേറ്റുമാണ് ശ്രേയസിനുള്ളത്. 31 അർദ്ധ സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത്. IPL-ലും ശ്രേയസിന് സെഞ്ചുറി നേടാനായിട്ടില്ല. അതേസമയം സഞ്ജു സാംസണിന്റെ കണക്ക് ഇങ്ങനെയാണ്. ഇന്ത്യക്കായി 54 2020 ഇന്നിംഗ്സിൽ നിന്ന് 1399 റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത്. 28.55 ശരാശരിയുള്ള സഞ്ജുവിന് 156.84 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. 3 സെഞ്ചുറിയും 6 അർദ്ധ സെഞ്ചുറികളും സഞ്ജു നേടിയിട്ടുണ്ട്. 182 IPL ഇന്നിംഗ്സിൽ നിന്ന് 5106 റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത്. 31.91 ശരാശരിയും 140.94 സ്ട്രൈക്ക് റേറ്റുമുണ്ട്. 5 സെഞ്ചുറിയും 27 അർദ്ധ സെഞ്ചുറിയും സഞ്ജു IPL-ൽ മാത്രം നേടിയിട്ടുണ്ട്. ഈ കണക്കുകളിൽ സഞ്ജുവിനാണ് മുൻതൂക്കം. ക്യാപ്റ്റൻസി കണക്കുകളിൽ ശ്രേയസിന് സഞ്ജുവിനേക്കാൾ ആധിപത്യം അവകാശപ്പെടാനാകും. ശ്രേയസ് അയ്യർ നായകനായ ശേഷം ടീമുകൾക്ക് വലിയ കുതിപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് ടീമുകളെ വലിയ ഇടവേളയ്ക്ക് ശേഷം ഫൈനലിൽ കളിപ്പിച്ച ക്യാപ്റ്റനാണ് ശ്രേയസ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കീഴടത്തിലെത്തിക്കാനുമായി തന്ത്രപരമായി തീരുമാനമെടുക്കാൻ ശ്രേയസ് മിടുക്കനുമാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി ഒരു തവണ ടീമിനെ ഫൈനലിൽ എത്തിച്ചു. ഇതിനപ്പുറം വലിയൊരു നേട്ടം ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കില്ല. ക്യാപ്റ്റൻ സ്ഥാനം ബാധിക്കാതെ ബാറ്റ് ചെയ്യാൻ രണ്ടുപേരും മിടുക്കന്മാരാണ്. സഞ്ജു രാജസ്ഥാനെ 67 മത്സരത്തിൽ നയിച്ചപ്പോൾ 33 ജയവും 32 തോൽവിയുമാണ് ടീമിന് ഉണ്ടായത്. ശ്രേയസ് അയ്യർ 97 മത്സരത്തിൽ നിന്ന് 54-ലധികം വിജയം ടീമിന് നേടിക്കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ടീം മാനേജ്മെന്റ് ആശയക്കുഴപ്പത്തിലാണെന്ന് പറയാം. 2023 ഡിസംബറിന് ശേഷം ശ്രേയസ് ഇന്ത്യയുടെ 2020 ടീമിന്റെ ഭാഗമല്ല. ശ്രേയസിന്റെ ബാറ്റിംഗ് ശൈലി ഇന്ത്യൻ ടീമിന്റെ നിലവിലെ പദ്ധതികൾക്ക് അനുയോജ്യവുമല്ല. നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുക എന്നതാണ് ശ്രേയസിന്റെ ശൈലിയും. എന്നാൽ സഞ്ജു സാംസണ് ഇത്തരമൊരു പരിമിതിയില്ല. കടന്നാക്രമിച്ച് കളിക്കാനും പിടിച്ചു നിന്ന് കളി ജയിപ്പിക്കാനും തനിക്കറിയാമെന്ന് സഞ്ജു ഇതിനോടകം തെളിയിച്ചതുമാണ്. എന്തായാലും മലയാളി താരത്തെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിക്കുക എളുപ്പമാകില്ല. മുംബൈ, ഡൽഹി, ബംഗാൾ ലോബികളുടെ ശക്തമായ എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ആർക്കൊപ്പമാവും ടീം മാനേജ്മെന്റ് നിൽക്കുകയെന്നാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം.